ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്ന സുപ്രീം കോടതി വീണ്ടും മാറ്റിവെച്ചു. മെയ് 1, 2 തീയതികളിലേക്കാണ് മാറ്റിയത്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകും കൂടുതൽ വിവരങ്ങൾ. ആർക്കെ മാറ്റങ്ങളൊന്നുമില്ല, വീണ്ടും അതേ കാര്യം. ഈ കേസ് വീണ്ടും മാറ്റിവെക്കുന്നു. ഒരുപക്ഷെ ആർ രാധാകൃഷ്ണൻ തന്നെ ഇത് എത്രാമത്തെ തവണയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞൂടാ. വിവരങ്ങൾ പ്രജിൻ, ഇന്നും കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്ന് കേസ് മാറ്റിവെക്കാനായിട്ട് കാരണമായത് CBI അഭിഭാഷകൻ ഹാജരാകാത്തതല്ല. ഇന്ന് CBIയുടെ അഭിഭാഷകൻ ഹാജരായിരുന്നു. CBIയുടെ അഭിഭാഷകൻ ഹാജരാവുകയും ഏത് ദിവസം വേണമെങ്കിലും ഈ കേസിൽ വാദം പറയാൻ താൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ആണ് ഹാജരായത്. ഇത് ഇന്ന് ഉണ്ടായത് മോഹനചന്ദ്രൻ എന്ന പ്രതിഭാഗത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുടെ അഭിഭാഷകൻ ഹാജരാവുകയും ഈ മോഹനചന്ദ്രന്റെ വക്കാലത്തുള്ള അഭിഭാഷകൻ സീനിയർ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ടു എന്നറിയിക്കുകയും ചെയ്തു. സീനിയർ ഡെസിഗ്നേറ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ മോഹനചന്ദ്രന്റെ ഈ വക്കാലത്ത് റദ്ദാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മോഹനചന്ദ്രൻ മറ്റാരെയെങ്കിലും വക്കാലത്ത് ഏൽപ്പിച്ചിട്ടില്ല. 2 ആഴ്ച സമയം വേണം എന്ന് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ കേസ് മാറ്റിവെക്കാനായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത്. ആദ്യം ജൂലൈയിലേക്കാണ് കോടതി കേസ് മാറ്റിവെക്കാനായി നിർദ്ദേശിച്ചത്. പക്ഷേ CBIയുടെ അഭിഭാഷകൻ ഇടപെടുകയും ഈ കേസ് ഉടൻ തന്നെ അടുത്ത മാസം തന്നെ കേൾക്കാമെങ്കിൽ അടുത്ത മാസം തന്നെ കേൾക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മുൻപെങ്ങുമില്ലാത്ത ഒരു ധൃതി CBIയുടെ അഭിഭാഷകൻ കോടതിയിൽ കാണിക്കുന്ന ഒരു ദൃശ്യമാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യത. മാർച്ചിലോ ഏപ്രിലിലോ കേസ് കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ കോടതിയെ സംബന്ധിച്ച് ആ ദിവസം എല്ലാം തിരക്കുള്ളതായിരുന്നു. അതുകൊണ്ടാണ് മെയ് 1 എന്ന തീയതിയിലേക്ക് നിശ്ചയിച്ചത്. മെയ് 1, 2 തീയതികളിലും അതിനുശേഷം 7, 8 തീയതികളിൽ അങ്ങനെ 4 ദിവസങ്ങളിൽ പരിഗണിക്കാം എന്നൊരു ധാരണയിലേക്കാണ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 1-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും, മെയ് 1-ന്. ശരി, ആർക്കെ എന്തായാലും 30-ലധികം തവണ ഈ കേസ് ഈ രീതിയിൽ മാറ്റിവെച്ചിട്ടുണ്ട് നേരത്തെ.